ഈ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ ഞെട്ടിച്ച ഒരു വാർത്തയാണ് അരുണാചലിൽ മലയാളികൾ ആത്മഹത്യ ചെയ്തു എന്നത്. അതിലേറെ ഞെട്ടിച്ചത് അതിനുള്ള ഒരു കാരണമാണ്. കാരണം ഇത്രയും അഭ്യസ്തവിദ്യരായ ഒരു ആൾക്കാർ അത്തരത്തിലുള്ള ഏറെ പുരോഗമിച്ചു എന്ന് ഒക്കെ അവകാശപ്പെടുന്ന നമ്മളുടെ ഇടയിൽ തന്നെ ഇപ്പോഴും ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളുണ്ട്. അതും അന്യഗ്രഹ ജീവിത വിശ്വാസത്തിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ മരിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ രീതിയിലുള്ള അത്തരത്തിലുള്ള സൗഭാഗ്യം പകരുന്ന ജീവിതമുണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്നവർ നമുക്കിടയിൽ തന്നെ ഉണ്ടല്ലോ. അവർ മറ്റുള്ളവരിലേക്കും ഈ വിശ്വാസ പ്രമാണയെ ആനയിക്കാൻ അല്ലെങ്കിൽ കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിച്ചു എന്ന രീതിയിലുള്ള വിശദാംശങ്ങളാണ് പോലീസിൻ്റെ അന്വേഷണത്തിൽ നിന്ന് വരുന്നത്. എന്തൊക്കെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പോലീസിൻ്റെ അന്വേഷണത്തിൽ നിന്നും ഇവരുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇതിനകം കണ്ടെത്തി കഴിഞ്ഞത്. സുരേഷ്, ഏറെ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ഈ അരുണാചൽ വിഷയത്തിൽ പോലീസിന് ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് വിശദമാക്കുന്നത്. ഒപ്പം തന്നെ നിരവധി ആളുകളെ നിലവിൽ ചോദ്യം ചെയ്തിട്ടുണ്ട്. 4ഓളം പേരെയാണ് ഔദ്യോഗികമായി നിലവിൽ ചോദ്യം ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായിട്ടാണ് കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്നത്. ഇവർ മുമ്പും, അതായത് വർഷങ്ങൾ നീണ്ട പരിശ്രമമായിരുന്നു ഇത്തരത്തിൽ മറ്റൊരു ലോകത്തേക്ക് അല്ലെങ്കിൽ മറ്റൊരു ഗ്രഹത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു അന്ധവിശ്വാസത്തിന്റെ പിറകെ ഇവർ കൂടിയിട്ട് വർഷങ്ങളായിരുന്നു. ഈ ഒരു മരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഗൂഢാലോചനയും ഒപ്പം തന്നെ കൃത്യമായ പ്ലാനിങ്ങും മൂവരും നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിശദീകരണം. നവീൻ ഉൾപ്പെടെയുള്ളവർ ചില വൈദികരെയും ഇതേ രീതിയിൽ തന്നെ ഈ അന്ധവിശ്വാസങ്ങളുടെ വഴിയെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ വൈദികൻ നവീനെ പിന്തിരിപ്പിച്ച് പുത്തൻ പാതയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷെ അതൊന്നും തന്നെ നവീൻ കേട്ടിരുന്നില്ല എന്നുള്ളതാണ്. പിന്നീട് അദ്ദേഹവുമായുള്ള വൈദികനുമായിട്ടുള്ള സൗഹൃദം അടക്കം ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യം ഇവർ സ്വീകരിച്ചു. ദേവിയും സമാനമായിട്ടാണ്. ദേവിയുടെ പരിചയത്തിലുള്ള ഒരു അഭിഭാഷകനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ ആ വഴിയെ സഞ്ചരിക്കാനും ഒപ്പം തന്നെ ഈ അന്ധവിശ്വാസങ്ങളെ കുറിച്ച് കൂടുതൽ പ്രചരിപ്പിക്കാനും ഒക്കെ തന്നെ ശ്രമം നടത്തിയിരുന്നു. അദ്ദേഹവും അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇവരെയൊക്കെ തന്നെ പോലീസ് ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചിരുന്നു. ഇവരിൽ നിന്നൊക്കെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഒപ്പം തന്നെ മൂവരുടെയും ഫോൺ രേഖകൾ ഒപ്പം തന്നെ ലാപ്ടോപ്പ് രേഖകളൊക്കെ തന്നെ പരിശോധിക്കുകയാണ്. ദേവിയും ഒപ്പം ആര്യയും തമ്മിൽ സംസാരിക്കാനാണ് ചില കോഡുകളും ഒപ്പം തന്നെ ചില ഫേക്ക് ഐഡികളും ഒക്കെ തന്നെ ഇവർ സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. ആ ഫേക്ക് ഐഡിയിൽ ഒന്നാണ് ഡോൺ ബോസ്കോ എന്ന് പറയുന്ന ഈ കേസിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഇമെയിലുകൾ, സന്ദേശങ്ങൾ, ആശയങ്ങളൊക്കെ തന്നെ കൈമാറ്റം ചെയ്തിട്ടുള്ള മെയിൽ ഐ ഡി. അതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തുകയാണ്. എന്തിനാണ് ഇവർ ഇത്തരത്തിലൊരു രീതി തെരഞ്ഞെടുത്തത്? മറ്റാർക്കെങ്കിലും ബന്ധമുണ്ടോ? ഇവരുടെ 3 പേരുടെ മരണത്തിൽ 4മതൊരു പങ്കാളിക്ക് ബന്ധമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. എന്നാലും ഫോറൻസിക് പരിശോധന ഉൾപ്പെടെയുള്ള ഫലങ്ങൾ കൂടി ലാപ്ടോപ്പും ഫോണും ഒക്കെ ബന്ധപ്പെടുത്തിയുള്ള ഫലം കൂടി വന്നാൽ മാത്രമേ ഇതിൽ അന്തിമമായ ഒരു വിധി എഴുതാൻ കഴിയുള്ളൂ. അന്തിമമായൊരു കേസ് തീർപ്പാക്കലിലേക്ക് പോലീസിന് പോകാൻ കഴിയുകയുള്ളൂ. എന്തായാലും അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ്. ഇവരുടെ വീട്ടുകാരുടെ മൊഴിയെടുക്കലൊക്കെ തന്നെ തുടർന്നും വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പരിശോധനകളും ഒക്കെ തന്നെ നടക്കുകയാണ്. അപ്പോഴും ദുരൂഹതകൾ അഴിയാതെ ഈ അരുണാചലിലെ 3 മലയാളികളുടെ ദുരൂഹ മരണം തുടരുകയാണ്. കേരളത്തിലെ വലിയ രീതിയിലുള്ള ശൃംഖല ഇവരുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളതൊക്കെയാണ് പോലീസ് സംശയിക്കുന്നത്. മറ്റാർക്കെങ്കിലും അത്തരത്തിൽ ബന്ധമുണ്ടോ? സമാനമായ രീതിയിൽ ആരെങ്കിലും ഇത്തരമൊരു ഇടപെടൽ നടത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളും പോലീസ് ഈ ഘട്ടത്തിൽ പരിശോധിക്കുന്നുണ്ട്. സുരേഷ്.